ഹലോ, അസ്സലാം വലൈക്കും. അവ്വാജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 4 മണിക്കൊരു ചായക്കൊരു കടി വേണം. അതിനാണ് ഇന്ന് ഞാനൊരു കാക്കിലോ ചെറുപയറുണ്ട്. ഇത് ചെറിയൊരു കുക്കറിലോട്ട് ഇടാം. ഇത് കുറച്ച് ഞാൻ കഴുകിയിട്ട് കുതിർത്തിട്ടുണ്ട്. അതിലേക്കുള്ള 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെറുപയറിന് ഇത്ര വെള്ളം ഒരു ഫുള്ളൊരു കപ്പ് ഒഴിച്ചാൽ മതി. 1/2 കപ്പാണ് ഇതിൽ കിട്ടിയത്. അപ്പോൾ ഒരു 1/2 കപ്പ് 1 കപ്പ് വെള്ളം ഒഴിക്കാം. അതിലേക്കുള്ള 100 ഗ്രാം പഞ്ചസാരയാണ്. അത് മാത്രം നിങ്ങൾക്ക് വേണ്ടുന്ന പോലെ എടുക്കാം. 100 ഗ്രാം പഞ്ചസാര. ഒരു 2 സ്പൂണ് ഏലക്ക. ഇതിനെ പൊടിയാക്കി പഞ്ചസാര അതും കൂടി പൊടിക്കണം. അതിലേക്കുള്ള ജീരകം ആവശ്യമുണ്ടെങ്കിൽ ഇടാം. എനിക്ക് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടാൽ മതി. ജീരകം ഈ പഞ്ചസാരയും ജീരകവും ഏലക്കും കൂടി പൊടിച്ചെടുക്കണം. എന്നിട്ട് ഈ മുന്തിരിങ്ങ കണ്ടോ, മുന്തിരിങ്ങ ഇട്ടോളാം. കുറച്ച് അണ്ടിപ്പരിപ്പ് കൂട്ടാം. അപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് കൂട്ടിയിട്ടാം. ഈ മുന്തിരിങ്ങ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടിക്കാൻ വേണ്ടിയിട്ട് ഈ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം ഞാൻ ഇത് വേവാൻ വെക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കാരണം ഉപ്പ് നല്ലൊരു ടേസ്റ്റ് കിട്ടും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇത് മധുരം ഇടുന്ന സാധനമായതുകൊണ്ട് കുറച്ച് ഉപ്പ് ഈ ഉപ്പ് ഇതിന് പെട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം നിറച്ചിട്ട് ഒരു 5 വിസിലാക്കിയിട്ട് എടുക്കാം. ചീനച്ചട്ടി വെച്ച ഫസ്റ്റ് ഈ ചീനച്ചട്ടിയിലേക്ക് ചീനച്ചട്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെറിയൊരു കുഞ്ഞു ചീനച്ചട്ടി. കാരണം എൻ്റെ ഈ റെസിപ്പിക്ക് ഇത്ര മതി. ചെറിയൊരു ചീനച്ചട്ടി. ഇതൊന്നും ഇത്ര മതി. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ലിറ്റർ. ഈ അപ്പം ഒന്നേക്ക് മുങ്ങി കിട്ടണം. ഈ അപ്പം ഒന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെറിയ കുഞ്ഞു ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ഒരു 4 എണ്ണം ഇടാനുള്ളത്. അതിലേക്ക് ഈ ചെറുപയർ നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ട, ഇതിപ്പോൾ ഇങ്ങനെ ഉരുള പിടിച്ച് നല്ല ഇതുപോലത്തെ ഉരുളയാവും. അപ്പോൾ ഇതിലേക്ക് ഈ കാണിച്ച 1 കപ്പ് പഞ്ചസാരയും ഏലക്ക ജീരകം ഒക്കെ പൊടിച്ചതാണിത്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതായത് ഉപ്പ് ഇട്ടിട്ടുണ്ട് ചെറുപയറിന് ഞാൻ വേവുമ്പോൾ. അപ്പോൾ ആ ഉപ്പ് കുറച്ച് വേണം. ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എനിക്ക് ഇത്രക്ക് ഇത് വേണ്ടുന്ന പോലെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇപ്പോൾ എത്ര വേണം, ഇത് കുറച്ച് അധികം ഞാൻ പൊടിച്ചിട്ടുണ്ട്. വേണം. അതിലേക്കുള്ള മുന്തിരിങ്ങ കണ്ട, ഈ മുന്തിരിങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ആക്കാം. നല്ലോണം ഒന്ന് കറക്റ്റായിട്ട് മിക്സ് ആക്കണം. ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എടുത്തതിൻ്റെ ശേഷം ഈ ഞാൻ കാണിച്ച 1 കപ്പ് മൈദൻ്റെ കലക്കി വെച്ചതാണ്. ഇത് കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടതിലേക്ക് 1 കപ്പ് മൈദ കലക്കിയതാണ്. ഇത് ലൂസിൽ കിട്ടണം. നമുക്കിത് ലൂസിൽ കിട്ടണം. ഇത്ര ലൂസ് വേണം. ഇത് ചെറിയ ഒരു ഉരുള പിടിച്ച് അതിലേക്ക് നോക്കി എണ്ണയിലേക്ക് ഇടാനുള്ളതാണ്. ഒന്ന് ഞാൻ കുഴച്ച് കൊടുക്കാൻ കൈക്കൊണ്ട് കുഴച്ച് കൊടുത്താൽ നല്ലോണത്തിലേക്ക് വെച്ചതിൻ്റെ മധുരം പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കിട്ടും. കാരണം ഈ സ്പൂണിലൊക്കെ ഇളക്കി കഴിഞ്ഞാൽ നേരെ പോലെ അത് കിട്ടൂല. അതുകൊണ്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നമുക്ക് മധുരം എത്ര വേണം ഇത്ര ഇടാം. ഞാനിപ്പോൾ കുറേശ്ശെ ഇട്ടിട്ടുണ്ട്. കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് മധുരം കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കട്ടി വെച്ച് വേണ്ട. ഇപ്പോൾ ഇതേപോലെ പിടിക്കാം. ഇതുപോലെ പിടിച്ചിട്ട് ഓരോന്ന് ഈ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്കൊന്നൊന്ന് ഇതേപോലെ എടുക്കാം. ഇതുപോലെ എടുത്തിട്ട് ഇതൊന്ന് മുക്കി കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാം. എണ്ണയിലേക്ക് ചൂടാകുമ്പോൾ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലത്തെ ഇതിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് നമ്മൾ ഏറാക്കി കൊടുക്കുന്നില്ല. ഇതുപോലെ ആക്കി കൊടുക്കാം. ഇതുപോലെ ഓരോന്നാണ്. പിന്നെ 2 ഇടാം. കുറച്ചൊന്ന് ഇതായിട്ട് 1-2 ഇട്ട് കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കി. ഈ സുഖീന് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നല്ലൊരു ടേസ്റ്റായ ചായക്കൊരു റെസിപ്പിയാണ് ഇതിരുന്ന്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്ത് കൊടുക്കണം, ഷെയർ ചെയ്യണം, ബെല്ലമർത്തണം. അസ്സലാമു അലൈക്കും.